ബിസ്മില്ലാ അൽഹംദുലില്ലാഹ് വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാഹ് വഅലാ ആലിഹി വസഹ്ബിഹി വമൻ വാലാഹ് അമ്മാ ബഅദ്. ഇന്ന് സൂറത്തു സുമറിലെ 7-8 ആയത്ത് 7-8 ആയത്തുകളാണ്. അതിൻ്റെ 2 ആയത്ത് മാത്രം നമ്മൾ എടുക്കുന്നുള്ളൂ. കാരണം ഈ 2 ആയത്ത് തന്നെ ഒരുപാട് വിഷയങ്ങൾ അടങ്ങിയിട്ടുള്ള ആയത്താണ്. പ്രത്യേകിച്ച് സൂറത്തു സുമർ നേരത്തെ നമ്മൾ സൂചിപ്പിച്ചുള്ളതുപോലെ തൗഹീദായിട്ട് ബന്ധപ്പെട്ട, വിശ്വാസമായിട്ട് ബന്ധപ്പെട്ട സൂറത്താണ്. ഒരുപാട് ആശയങ്ങൾ ഉൾക്കൊള്ളുന്ന ഒരു സൂറത്ത് കൂടിയാണ്. അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം. ഇൻ തക്ഫുറൂ ഫഇന്നല്ലാഹ ഗനിയ്യുൻ അൻകും. ഇൻ തക്ഫുറൂ, അത് നോക്കിയിട്ട് കണ്ടില്ല. ഇൻ തക്ഫുറൂ ഫഇന്നല്ലാഹ ഗനിയ്യുൻ അൻകും. ഇൻ തക്ഫുറൂ, നിങ്ങൾ അവിശ്വസിക്കുകയാണെങ്കിൽ ഫഇന്നല്ലാഹ ഗനിയ്യുൻ അൻകും, അല്ലാഹു സുബ്ഹാനഹു വ തആല ധന്യനാണ്. അതായത് നിങ്ങൾ വിശ്വസിക്കുന്നതോ നിങ്ങൾ നിഷേധിക്കുന്നതോ അല്ലാഹു സുബ്ഹാനഹു വ തആലയ്ക്ക് ഏതെങ്കിലും അർത്ഥത്തിൽ പടച്ച റബ്ബിന് അതുകൊണ്ട് എന്തെങ്കിലും നേട്ടമോ കോട്ടമോ ഇല്ല. ഇല്ല ഇല്ല ഇല്ല, ഒരിക്കലും ഇല്ല. ഒരാൾ കുഫറാവുന്ന പടച്ചവൻ ഒരിക്കലും സന്തോഷിക്കൂല. അല്ലല്ല അല്ലല്ല, പടച്ചവൻ എപ്പോഴും ഖനിയാണ്, ധനികനാണ്. അതായത് പടച്ചവൻ ഒരാളെയും ആശ്രയിക്കേണ്ട ആവശ്യമില്ല. അതാണ് ഖനി എന്നുള്ള. ഇതിൽ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഇൻ തക്ഫുറു, നിങ്ങൾ നിഷേധിക്കുകയാണെങ്കിൽ ഫഇന്നല്ലാഹ ഗനിയ്യുൻ അൻകും. ഒരു ഹദീസിൽ നമുക്ക് കാണാൻ സാധിക്കും, ഈ ലൗ അന്ന അവ്വലക്കും വ ആഖിറക്കും വ ഇൻസക്കും വ ജിന്നക്കും കാനൂ അലാ അഫ്ജരി ഖൽബി റജുലിൻ വാഹിദ് മാ നഖസ ദാലിക മിമ്മാ ഇൻദല്ലാഹി ഷൈഅൻ. അതായത് മുഴുവൻ മനുഷ്യരും, ആദിമ മനുഷ്യൻ മുതൽക്ക് അവസാനത്തെ മനുഷ്യൻ വരെ, മുഴുവൻ മനുഷ്യരും ജിന്നുകളും എല്ലാവരും ഒരുമിച്ച് കൂടിയിട്ട് അവർ സൃഷ്ടിക്കപ്പെട്ടതിൽ വെച്ചിട്ട് ഏറ്റവും മോശം ഹൃദയമുള്ള, ഏറ്റവും ധിക്കാരിയായ ഹൃദയമുള്ള മനുഷ്യൻ്റെ ഹൃദയമായിട്ട്, ഏറ്റവും ധിക്കാരിയായ മനുഷ്യൻ്റെ ഹൃദയത്തെപ്പോലെ എല്ലാവരും ആയി മാറിയാലും പടച്ചവൻ അതുകൊണ്ട് എന്തില്ല, ഒന്നും നഷ്ടപ്പെടാനില്ല. ഈ വചനം ഉദ്ധരിച്ചുകൊണ്ട് പല പണ്ഡിതന്മാരും പറഞ്ഞു കാണാൻ സാധിക്കും. ഇൻ തക്ഫുറു ഫഇന്നല്ലാഹ ഗനിയ്യുൻ അൻകും, ഐ അന്നൽ അബ്ദ യഅ്ബുദുല്ലാഹ ലിഹാജതിഹി. ഐ ലിഹാജതിഹി എന്ന് പറഞ്ഞാൽ ഒരു മനുഷ്യൻ പടച്ചവൻ ആരാധിക്കുന്നത് അവൻ്റെ ആവശ്യത്തിന് വേണ്ടിയിട്ടാണ്, അല്ലാതെ പടച്ചവൻ്റെ ആവശ്യത്തിന് വേണ്ടിയിട്ടല്ല. അള്ളാഹു നിരാശ്രയനാണ്. മറിച്ച് പടച്ച റബ്ബിനെ ആരാധിക്കുക എന്നുള്ളത് തൻ്റെ മേലുള്ള കടമ അല്ലെങ്കിൽ ബാധ്യത നിറവേറ്റാൻ വേണ്ടിയിട്ടാണ്, അല്ലാതെ പടച്ച റബ്ബിന് ആരാധന ആവശ്യമുണ്ടായിട്ടല്ല. അപ്പോൾ നമ്മളൊരു ഇബാദത്ത് ചെയ്യുന്നത് നമുക്കും വേണ്ടിയിട്ടാണെന്ന് അർത്ഥം. നമ്മളൊരു കർമ്മം ചെയ്യുന്നത്, ഒരു അമൽ ചെയ്യുന്നത് നമുക്കും വേണ്ടിയിട്ടാണ്. കാരണം നമ്മളൊരു ഇബാദത്ത് ചെയ്തു എന്നതുകൊണ്ട് അള്ളാഹുവിൻ്റെ അധികാരം ഒട്ട് വർദ്ധിക്കുന്നുമില്ല, നമ്മൾ ധിക്കരിച്ചു എന്നുള്ളതുകൊണ്ട് അള്ളാഹുവിൻ്റെ അധികാരം ഇട്ട് കുറയുന്നുമില്ല. അതാണ് ഇൻ തക്ഫുറു, നിങ്ങൾ നിഷേധികളായി തീരുകയാണെങ്കിൽ ഫഇന്നല്ലാഹ ഗനിയ്യുൻ അൻകും, അള്ളാഹുവിനെ നിങ്ങൾ വിശ്വസിക്കണമെന്ന് ഒരു നിർബന്ധമില്ല. നിങ്ങൾ വിശ്വസിക്കുന്നുവെങ്കിൽ നിങ്ങൾക്ക് വേണ്ടിയാണ് നിങ്ങൾ വിശ്വസിക്കുന്നത്. അതേപോലെ തന്നെ ഈ വചനത്തിൽ ഇവിടെ നമുക്ക് കാണാം ഫഇന്നല്ലാഹ ഗനിയ്യുൻ. ഗനിയ്യ് എന്നുള്ളത് അള്ളാഹുവിൻ്റെ ഇസ്മുകളിൽ ഒരു ഇസ്മാണ്. അൽ ഗനി എന്ന് പറഞ്ഞാൽ ധനികൻ. അൽ ഗനി, ഒന്നിനെയും ആശ്രയിക്കാത്ത വിധം ധന്യനായവൻ എന്നുള്ള, ഒന്നിനെയും ആശ്രയിക്കേണ്ടാത്ത വിധം ധന്യനായവൻ. അങ്ങനെ പടച്ചവനെ കുറിച്ചല്ലാതെ ഒരാളെക്കുറിച്ചും പറയാൻ സാധിക്കുകയില്ല. സൃഷ്ടികളെല്ലാവരും ആശ്രയിക്കുന്നവരാണ്, പക്ഷെ സൃഷ്ടാവ് ഒരാളെയും ആശ്രയിക്കുന്നില്ല. അപ്പോൾ ഫഇന്നല്ലാഹു ഗനിയ്യുൻ, അള്ളാഹു ഗനിയ്യുൻ. അപ്പോൾ അള്ളാഹുവിൻ്റെ ഒരു നാമം
അള്ളാഹുവിൻ്റെ എല്ലാ നാമങ്ങളും കുല്ലു ഇസ്മി മിൻ അസ്മാ ഇല്ലാ യദുല്ലു അലാ സിഫത്തിൻ മിൻ സിഫാത്തിഹി, പടച്ചോൻ്റെ ഒരു സിഫത്തിനെ സൂചിപ്പിക്കുന്നതായിരിക്കും. പടച്ചോൻ്റെ ഒരു നാമം ഉണ്ടെങ്കിൽ ആ നാമത്തിന് എന്തുണ്ടാവും? അള്ളാഹിൻ്റെ ഒരു വിശേഷണം സൂചിപ്പിക്കുന്നതാണ് എന്ന് നമുക്ക് കാണാൻ സാധിക്കുന്നതാണ്. അല്ല, ഫഇന്നല്ലാഹ ഗനിയുൻ അൻ, ഗനിയുൻ അൻ എന്നുള്ള, ഇപ്പോൾ നമ്മൾ ഭാഷയിലുള്ള ഗനിയുൻ അൻ എന്ന് പറഞ്ഞാൽ ആവശ്യമില്ല എന്നുള്ള, മനസ്സിലായി? ഇപ്പം ഞാൻ ഉദാഹരണം പറയുകയാണെങ്കിൽ, ഇപ്പോൾ ഹുവ ഗനിയുൻ ബിദ്ദഹബ്, അവൻ സ്വർണം കൊണ്ട് ധനികനാണ്. അപ്പോൾ സ്വർണം കൊണ്ട്. ഗനിയുൻ അൻ എന്ന് പറഞ്ഞാൽ ഒരു കാര്യം ആവശ്യമില്ലാത്ത ധന്യനാണ്, ഒരു കാര്യം ഉണ്ടായിട്ട് ധന്യനാണെന്ന് പറയുന്നതും, അതായത് അദ്ദേഹം എന്തില്ല, ധനികനാണ്, അദ്ദേഹത്തിന് അതിൻ്റെ ആവശ്യമില്ല എന്ന് പറയുന്നത് രണ്ടും രണ്ടാണ് എന്ന് പറയും. അപ്പോൾ അള്ളാഹു തആലക്ക് എന്തില്ല, ആരും വിശ്വസിക്കണമെന്ന് ഒരു നിർബന്ധവും ഇല്ല, അവൻ ധന്യനാണ്. അതാണ് ഗനിയുൻ അൻ എന്ന് പറയാം. അപ്പം നിങ്ങളുടെ വിശ്വാസത്തെ തൊട്ട് അത് പൊതുവിൽ ഇപ്പം ഗനി എന്ന് പറഞ്ഞാൽ നമ്മൾ ഭാഷാപരമായിട്ട് ധന്യത എന്നാണ് പറയുക. അതായത് ഒരാളെയും ആശ്രയിക്കേണ്ടാത്ത വിധം ധന്യനാകുക. അവിടെ പടച്ചവൻ്റെ പറഞ്ഞാൽ സാമ്പത്തികമായിട്ടുള്ള ധനികൻ എന്നുള്ളതല്ല, എല്ലാ അർത്ഥത്തിലുള്ള ധന്യതയും, ഒരാളെ ആശ്രയിക്കേണ്ട ആവശ്യമില്ല എന്നർത്ഥം. അപ്പം ഒരാളും വിശ്വസിക്കണമെന്ന് അള്ളാഹു സുബ്ഹാനഹു വ തആലക്ക് പിന്നെ അതിൻ്റെ ഒരു ആവശ്യം അല്ലെങ്കിൽ ഒരു ആശ്രയം വേണ്ടതില്ല. മറിച്ച് അവനവന് വേണ്ടിയാണ് ഒരാൾ എന്ത് ചെയ്യുന്നത്, വിശ്വസിക്കുന്നതും കർമ്മങ്ങൾ ചെയ്യുന്നതും. എന്ന് പറയണം, വലാ യർദാ ലിഇബാദിഹി അൽ കുഫ്റു, വലാ യർദാ ലിഇബാദിഹി അൽ കുഫ്റ, വലാ യർദാ അവൻ തൃപ്തിപ്പെടുന്നില്ല, ലിഇബാദിഹി അവൻ്റെ അടിമകൾക്ക്, ദാസന്മാർക്ക്. എന്തിനെ? അൽ കുഫ്ര, നിഷേധിയാകുക എന്നത് പടച്ചവൻ തൃപ്തിപ്പെടാത്തൊരു കാര്യമാണ്. അള്ളാഹു സുബ്ഹാനഹു വ തആലയെ സംബന്ധിച്ചിടത്തോളം ഒരു മനുഷ്യൻ പിന്നെ അള്ളാഹുൽ വിശ്വസിച്ചു എന്നതുകൊണ്ട് പടച്ചവൻ്റെ അധികാരത്തിൽ എന്തെങ്കിലും വർധനവുണ്ടാവുകയോ അല്ലെങ്കിൽ നിഷേധിയായി എന്നതുകൊണ്ട് അള്ളാഹുവിന് എന്തെങ്കിലും കുറവ് സംഭവിക്കുന്നോ ഇല്ല. മറിച്ച് കുഫർ എന്ന് പറയുന്നത് നിഷേധം. കുഫറിന് ഒരുപാട് അർത്ഥങ്ങളുണ്ട്. ഒന്ന്, സത്യത്തെ മനസ്സിലാക്കിയിട്ടും നിരാകരിക്കുക, അതേപോലെ തന്നെ നന്ദികേടുള്ളവനാകുക എന്നുള്ള അർത്ഥമുണ്ട്. കുഫർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നന്ദികേട് എന്നുള്ള അർത്ഥമുണ്ട്. അപ്പം തന്നെ സൃഷ്ടിക്കുകയും പരിപാലിക്കുകയും എല്ലാം നൽകുകയും ചെയ്ത റബ്ബിനെ ആരാധിക്കുവാൻ, അവനെ മാത്രം ആരാധിക്കുവാനുള്ള ബാധ്യത ഉണ്ടായിരിക്കെ അത് ചെയ്യാത്ത ഒരാൾ, അങ്ങനെ ചെയ്യാതിരിക്കുക എന്ന നന്ദികേടിനെ, നിഷേധത്തെ പടച്ച റബ്ബ് തൃപ്തിപ്പെടുന്നില്ല. അള്ളാഹുവിന് അതിലെന്തില്ല, അത് തൃപ്തിപ്പെടുന്നതായ കാര്യമല്ല. അപ്പോൾ കുഫറിന് പടച്ച റബ്ബിൻ്റെ റിള ഒരിക്കലും ലഭിക്കുകയില്ല. അള്ളാഹുവിൻ്റെ തൃപ്തി ഒരിക്കലും ലഭിക്കാത്ത കാര്യമാണെന്ത്? അൽ കുഫർ. കുഫർ എന്ന പദം ഒറ്റക്ക് പറഞ്ഞാൽ അതിൽ ശിർക്കും പെട്ട്, കുഫറും പെട്ട്, നിഫാക്കും പെട്ട്, ഒക്കെ പെട്ട്. എന്നാൽ കുഫറും ഷിർക്കും ഒക്കെ ഒരുമിച്ച് വന്നാൽ ഓരോന്നിനും എന്തുണ്ടാവും? ഓരോ അർത്ഥം ഉണ്ടാവും. അതുകൊണ്ടാണല്ലോ ഓരോന്ന് പറഞ്ഞേ. പക്ഷേ അല്ലെങ്കിൽ ഷിർക്ക് എന്ന് പറഞ്ഞാൽ അതിൽ കുഫറും പെട്ട്, നിഫാ എല്ലാം അതിൽ ഏകദേശം ഒക്കെ പെടും. അതിൻ്റെ പൊതുവായ ആ തലത്തിൽ. ഇപ്പോൾ ഇവിടെ പറഞ്ഞ നിഷേധം എന്ന് പറയണതിൽ എന്തൊക്കെ പെടും? നിഫാക്ക് പെടും, അതേപോലെ തന്നെ ഷിർക്ക് പെടും, കുഫർ പെടും, ഒക്കെ പെടും. അപ്പോൾ ഇതിൽ വലാ യർളാ, അള്ളാഹു ഒരിക്കലും തൃപ്തിപ്പെടുകയില്ല, ലി ഇബാദിഹി തൻ്റെ ദാസന്മാരുടെ കാര്യത്തിൽ, അൽ കുഫർ അവർ നിഷേധികളാകുന്നത്. എന്നിട്ട് പറയാം, വൈൻ തഷ്കുറു നിങ്ങൾ നന്ദിയുള്ളവരാകുകയാണെങ്കിൽ, അഥവാ അള്ളാഹുവിനോടുള്ള നന്ദി സൂചകമായി ആണ് ഒരു മനുഷ്യൻ അവനെ ആരാധിക്കുന്നത്. പടച്ച റബ്ബ് തന്ന ജീവിതം, അള്ളാഹു തന്ന ജീവിതത്തിലെ അനുഗ്രഹങ്ങൾ, ആ അനുഗ്രഹങ്ങൾക്കുള്ള നന്ദി സൂചകമായാണ് അവൻ എന്ത് ചെയ്യുന്നത്? അവനെ ആരാധിക്കുന്നത്. വൈൻ തഷ്കുറു നിങ്ങൾ നന്ദി കാണിക്കുകയാണെങ്കിൽ, യർളഹു അതിനെ അവൻ എന്ത് ചെയ്യും? ലക്കും നിങ്ങൾക്ക് അവൻ തൃപ്തിപ്പെട്ടു നൽകും. ഇവിടെ ശുക്റിൻ്റെ ഫضല് സൂചിപ്പിക്കുന്ന വചനം കൂടിയാണിത്. ഒരു മനുഷ്യന് ശുക്ർ ചെയ്യുകയാണെങ്കിൽ പടച്ചവൻ അങ്ങേയറ്റം തൃപ്തിയുള്ള കാര്യമാണ്. അപ്പോൾ ഒരു ഭക്ഷണം കഴിച്ചാൽ എന്ത് പറയും? അൽഹംദുലില്ലാ. അതേപോലെ ഒരു മനുഷ്യന് എന്ത് നന്മകൾ അയാൾക്ക് ചെയ്യാൻ സാധിച്ചാലും, അതാണ് പല പണ്ഡിതന്മാർ പറഞ്ഞത്, അൽ അമലു സ്വാലിഹു
സ്വാലിഹു മഹ്ദു നിഅമത്തിൻ മിനല്ലാഹ്, പടച്ചവൻ്റെ അടുത്ത് നിന്ന് നമുക്ക് ലഭിക്കുന്ന സമ്പൂർണ്ണമായ അനുഗ്രഹങ്ങളിലൊന്നാണ് ഒരു അമലു സ്വാലിഹ് ചെയ്യാനുള്ള തൗഫീഖ് എന്ന് പറഞ്ഞാൽ. ഒരു മനുഷ്യനൊരു അമലു സ്വാലിഹാത്ത് ചെയ്യാൻ പറ്റിയ പടച്ചവൻ തരുന്ന ഏറ്റവും വലിയ ജീവിതത്തിൽ തന്ന അവൻ്റെ സമ്പാദ്യം, അവൻ്റെ പടച്ചവൻ്റെ അനുഗ്രഹം അമലു സ്വാലിഹ്. അപ്പോൾ ഒരു നല്ല കാര്യം ഒരു മനുഷ്യൻ ചെയ്താൽ അത് ചെയ്യാൻ പറ്റിയാൽ അള്ളാഹുവിനെ യഥാർത്ഥത്തിൽ അവൻ എന്ത് ചെയ്യണം? അവൻ സ്തുതിക്കണം. അപ്പോൾ എന്തൊരു ജീവിതത്തിൽ ഒരു നല്ല കാര്യം വരുമ്പോൾ ഒരു മനുഷ്യൻ എന്ത് ചെയ്യും? ശുക്ർ ചെയ്യും. ഇനി വല്ല പ്രയാസം ഉണ്ടായാലോ അവൻ ക്ഷമിക്കും ചെയ്യും. ഇതൊരു വിശ്വാസിൻ്റെ അവസ്ഥയാണ്. ഇനി നിഷേധിൻ്റെ അവസ്ഥയാണെങ്കിലോ അവൻ ശുക്ർ ചെയ്യൂല. അവന് പ്രയാസം ഉണ്ടാകുമ്പോൾ പടച്ചവനെ ഓർക്കും, എന്നാൽ അനുഗ്രഹം ഉണ്ടാകുമ്പോൾ അവൻ പടച്ചവൻ എന്ത് ചെയ്യും? മറക്കും. പടച്ചവനെ മറക്കും ചെയ്യും. അത് വളരെ ഗൗരവമുള്ള വിഷയം. അതുപോലെ എന്നിട്ട് പറയാണ് വലാ തസിറു വാസിറത്തുൻ വിസ്റ ഉഖ്റ. വിസ്ർ എന്ന് പറഞ്ഞാൽ തിന്മ. വലാ തസിറു, തിന്മയുടെ ഭാരം ചുമക്കുകയില്ല. വാസിറത്തുൻ, ചുമക്കുന്നവൾ അല്ലെങ്കിൽ ചുമക്കുന്ന വ്യക്തി. അപ്പം ഇല്ലില്ല നോക്കണം. പക്ഷേ ഇത് പിന്നെ വിസ്ർ എന്ന് പറയുന്നത് വാസിറ എന്ന് പറയുന്നത് തിന്മാണ്. മറ്റോ അതായിട്ട് ബന്ധമല്ല. ഇതിൽ വിസ്ർ ഓക്കെ. വലാ തസിറു വാസിറത്തുൻ വിസ്റ ഉഖ്റ. ഒരു വാസിറത്തു അഥവാ നഫ്സ്, ആത്മാവ്. അതായത് പാപം ചുമക്കുക എന്നുള്ളത് പൊതുവെ ആരിലേക്ക് ചേർത്തി പറയുന്നതാണ്? ആത്മാവിലേക്ക് ചേർത്തി പറയുന്നത് നഫ്സ് ആണ് വാസിറത്ത് എന്ന് പറഞ്ഞത്. നഫ്സുൽ ഇൻസാൻ, ഒരു മനുഷ്യൻ്റെ ആത്മാവ്. അതുകൊണ്ടാണ് അവിടെ വാസിറ തുൻ എന്ന് പറഞ്ഞാൽ സ്ത്രീലിംഗമായിട്ട് പ്രയോഗിച്ചത്. അപ്പം ഒരാത്മാവും തിന്മയുടെ ഭാരം ചുമക്കുകയില്ല. ഏത് തിന്മ? വിസ്റ ഉഖ്റ, മറ്റൊരാളുടെ തിന്മ ഒരാളും ചുമക്കൂല. ഇത് മറ്റൊരാളുടെ തിന്മ ചുമക്കൂല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ തിന്മയ്ക്ക് ഇവൻ കാരണക്കാരനാണെങ്കിൽ ചുമക്കും, ഇവൻ കാരണക്കാരനാണെങ്കിൽ ചുമക്കും, അല്ലെങ്കിൽ ചുമക്കൂല. അപ്പം ഒരാൾ വേറൊരാൾക്ക് തിന്മ മുഴുവൻ കാണിച്ചു കൊടുത്തിട്ട് പിന്നെ വലാ തസിറു വാസിറത്തുൻ വിസ്റ ഉഖ്റ എന്ന് ഓതാൻ പറ്റില്ല. കാരണം എന്താ? കാണിച്ചു കൊടുത്ത ആൾക്ക് ചെയ്യുന്ന ആളെ തിന്മ രേഖപ്പെടുത്തപ്പെടും. കാരണം ഇവൻ കാരണമാണ് മറ്റേ ആൾ തിന്മയിലേക്ക് പോയത്. എന്നാൽ വലാ തസിറു വാസിറത്തുൻ വിസ്റ ഉഖ്റ എന്ന് പറഞ്ഞാൽ ഒരാൾക്കും ഒരാളുടെ പാപം ഏറ്റെടുക്കാൻ കഴിയില്ല. ഓരോ നഫ്സും പടച്ചവനോട് സ്വന്തമായി ഇസ്തിഗ്ഫാർ ചെയ്യണം. അല്ല ഒരാൾക്കും വേറൊരാളെ പാപം, നിൻ്റെ പാപം ഞാൻ എടുത്തോളാം അല്ലെങ്കിൽ ഞാൻ വഹിച്ചോളാം എന്ന് പറയാൻ സാധിക്കുകയില്ല. അതാണ് വലാ തസിറു വാസിറത്തുൻ വിസ്റ ഉഖ്റ. ഇത് വിശുദ്ധ ഖുർആനിൽ മറ്റിടങ്ങൾ ഇപ്പോൾ വ അൻ ലൈസ ലിൽ ഇൻസാനി ഇല്ലാ മാ സഅ, ഒരു മനുഷ്യന് അവൻ പ്രവർത്തിച്ച കർമ്മങ്ങളെ ലഭിക്കുകയുള്ളൂ. അപ്പോൾ ചില ആൾക്കാർ ചോദിക്കും, അങ്ങനെയാണെങ്കിൽ വലതുൻ സ്വാലിഹ് അല്ലേ? ഒരു വലതുൻ സ്വാലിഹ് അയാളെ പ്രവർത്തനമാണ്, അയാളെ പ്രവർത്തനത്തിൽപ്പെട്ട വലതുൻ സ്വാലിഹ് എന്ന് പറയുന്നത്. മാത്രമല്ല ഒരു പിതാവിന് ഒരു കുട്ടിയുടെ തർബിയത്ത് അയാൾ പിന്നെ എന്ത് നന്മ ആ കുട്ടിക്ക് പകർന്നു കൊടുത്തിട്ടുണ്ടെങ്കിലും ആ കുട്ടി ചെയ്യുന്നതിന് മുഴുവൻ പ്രതിഫലം ആർക്കുണ്ടാവും? ആ വ്യക്തിക്കുണ്ടാവും. അതിഞ്ഞി അദ്ദാല്ലു അലൽ ഖൈരി കഫായിലി, ഒരു നന്മ കാണിച്ചു കൊടുക്കുന്ന ആൾക്ക് അത് ചെയ്യുന്നവൻ്റെ പ്രതിഫലം ഉണ്ട്. അത് തിന്മയാണെങ്കിലും അങ്ങനെ തന്നെയാണ്. അതാണ് ഇവിടെ. എന്നാൽ വലാ തസിറു വാസിറത്തുൻ വിസ്റ ഉഖ്റ, മറ്റൊരാളുടെ പാപം ഒരാൾ ചുമക്കുകയില്ല. എന്നിട്ട് പറയാണ് സുമ്മ ഇലാ റബ്ബിക്കും മർജിഉക്കും, പിന്നീട് നിങ്ങളുടെ റബ്ബിങ്കലേക്കാകുന്നു മടക്കം. അപ്പോൾ അവിടെ അള്ളാഹുവിൻ്റെ മുന്നിൽ ഒരു മനുഷ്യൻ നേരിടാൻ പോകുന്ന വിചാരണയെക്കുറിച്ചും ആരാണോ നമ്മളെ സൃഷ്ടിച്ചത് ആ സൃഷ്ടിച്ച സൃഷ്ടാവിലേക്ക് മനുഷ്യൻ മടങ്ങുന്നൊരു ദിവസം വരും. അന്ന് തൻ്റെ ജീവിതത്തെക്കുറിച്ചിട്ടുള്ള മറുപടി അയാൾ അവിടെ ബോധ്യപ്പെടുത്തേണ്ടി വരും എന്നതിനെക്കുറിച്ച് സൂചിപ്പിക്കുന്ന വചനമാണ്. അതാണ് സുമ്മ ഇലാ റബ്ബിക്കും മർജിഉക്കും. ഇത് പലപ്പോഴും മക്കാ മുശ്രിക്കുകൾ നിഷേധിച്ചിരുന്ന കാര്യമാണ്. അതായത് മരിച്ചു കഴിഞ്ഞാൽ ഖാല മൻ യുഹ്യിൽ ഇദാമ വഹിയ റമീം, ഈ നുരുമ്പിപ്പോയ ഈ എല്ലുകളൊക്കെ വീണ്ടും പടക്കുന്നതാണോ നിങ്ങൾ പറയുന്നത്? അതെങ്ങനെ പറയുന്നതെന്നറിയോ? എല്ലിങ്ങനെ എടുത്തിട്ട് കൈകൊണ്ട് ഇങ്ങനെ പൊടിച്ചിട്ട് ഊതി കളഞ്ഞിട്ട് പറയാം മൻ യുഹ്യിൽ ഇദാമ വഹിയ
റമീം. അപ്പോൾ അതിൻ്റെ ഖുർആൻ്റെ മറുപടി എന്താ? ഖുൽ യുഹീഹല്ലദീ അൻശഅഹാ അവ്വല മറ വഹുവ ബികുല്ലി ഖൽഖിൻ അലീം. അപ്പോൾ ഖുർആൻ നേരെ അതിന് മറുപടി എന്താ? ആരാണ് ആ എല്ലാം ആദ്യം ഉണ്ടാക്കിയത്? ആ ഉണ്ടാക്കിയവൻ വീണ്ടും അതിനെ ഉണ്ടാക്കാൻ കഴിവുള്ളവനാണ്. അവനാണ് അതിനെ വീണ്ടും ഉണ്ടാക്കുക. ആരാണ് ആദ്യത്തിൽ അയലിൽ ഒന്നുമില്ലാത്ത അവസ്ഥയിൽ നിന്ന് അയലുണ്ടാക്കിയത്? ആ ഉണ്ടാക്കിയ റബ്ബ് അതിന് കഴിവുള്ളവനാണ്. അവനാ സൃഷ്ടിപ്പിന് അറിവുള്ള. ഇത്ര സിമ്പിളായിട്ട് അതിൻ്റെ ആൻസർ. അപ്പോൾ ഈ സുമ്മ ഇലാ റബ്ബിക്കും മർജിഉക്കും, നിങ്ങളുടെ റബ്ബിങ്കിലേക്കാണ് മടക്കം. ഇതിനെ ഇവിടെ മുഫസ്സിരിങ്ങൾ രേഖപ്പെടുത്തിയ കാണാൻ സാധിക്കും. ഈ വചനം നമ്മൾ പടച്ചവനിലേക്കുള്ള മടക്കം പറയുമ്പോൾ ഒരു മുഅ്മിൻ എപ്പോഴും ചിന്തിക്കണം എന്താ വെച്ചാൽ, അതിനു വേണ്ടി ഞാൻ ഒരുങ്ങിയോ? അതായത് ഏത് സമയത്തും ഇവിടുന്ന് എന്ത് ചെയ്യുക? ഇവിടെ പറഞ്ഞു പോവാം. ഏത് സമയത്ത് നമ്മളെപ്പോഴും എന്താ വെച്ചാൽ, ഒരു മനുഷ്യനും തൻ്റെ മരണത്തെ ചിലപ്പോൾ ഇങ്ങനെ മുൻകൂട്ടി ഇങ്ങനെ ചിന്തിച്ചോളണം എന്നില്ല. അങ്ങനെ വരുന്ന സമയത്ത് ഒരു മനുഷ്യൻ ഇവിടെ പറഞ്ഞുകൊണ്ട് പോകും. പിന്നെ എന്തില്ല, പിന്നെ കച്ചവടമില്ല, പിന്നെ അയാളെ ഇതില്ല, അയാളുടെ മറ്റ് ഉത്തരവാദിത്തങ്ങളില്ല, ഒന്നുമില്ലല്ലോ. എല്ലാം ഒറ്റടിക്ക് കഴിഞ്ഞ് പിന്നെ എല്ലാം വേറെയുള്ള ആളുകൾ ആ സ്ഥാനം എന്ത് ചെയ്യും? വീട്ടിലത്തെ കാര്യങ്ങളാണെങ്കിൽ ആരെങ്കിലുമൊക്കെ അത് ഏറ്റെടുക്കും, കാര്യങ്ങൾ നോക്കും. മക്കളെ കാര്യം അതാരെങ്കിലും ഏറ്റെടുക്കും, നോക്കും. ജോലിൻ്റെ കാര്യം അവിടെ വേറെ ആരെങ്കിലും ഒരാൾ വരും. ദുനിയാവിൽ പിന്നെ ഒന്നുമില്ല. പിന്നെ അയാൾ ഖലാസ് അയാൾ കഴിഞ്ഞു പോയി. അപ്പോൾ ഇവിടെ എപ്പോഴും ഇലാ റബ്ബിക്കും മർജിക്കും, ഒരു മുഅ്മിനെ സംബന്ധിച്ചിടത്തോളം ഇത് കേൾക്കുമ്പോൾ അവൻ എന്ത് ചെയ്യും? ഞാൻ മരിച്ചു പടച്ചവൻ്റെ അടുത്തേക്ക് മടങ്ങും എന്നുള്ളത് കേൾക്കുമ്പോൾ അവൻ്റെ മടക്കത്തെക്കുറിച്ചോ അതിനു വേണ്ടിയുള്ള ഒരുക്കത്തെക്കുറിച്ചോ അവൻ ചിന്തിക്കും. കാഫിറാണെങ്കിലോ നിഷേധിയാണെങ്കിലോ അവന് പരിഹസിച്ച് ചിരിക്കും. പരലോകം, എന്ത് പരലോകം, എന്തിത് ആണെങ്കിലും ഇവിടെ അടിച്ചു പൊളിച്ച് ജീവിച്ചോ, ജീവിതം ഒന്നേ ഉള്ളൂ എന്ന് അറിയും നിഷേധിയാണെങ്കിൽ. അപ്പോൾ പടച്ചവൻ പറയാം, ഫയുനബ്ബിഉകും ബിമാ കുൻതും തഅമലൂൻ, അന്ന് നിങ്ങളെന്താണോ പ്രവർത്തിച്ചത് ചെയ്തത് അത് മുഴുവൻ അറിയും. അതാണ് വമൻ യഅമൽ മിസ്ഖാല ദർറത്തിൻ ഫമൻ യഅമൽ മിസ്ഖാല ദർറത്തിൻ ഖൈറൻ യറ വമൻ യഅമൽ മിസ്ഖാല ദർറത്തിൻ ഷർറൻ യറ, എല്ലാം കാണും. അതേപോലെ തന്നെ സത്യനിഷേധികൾ പറയും, മാലി ഹാദൽ കിതാബ് ലാ യുഗാദിറു സഗീറത്തൻ വലാ കബീറത്തൻ ഇല്ലാ അഹ്സാഹ. എന്താ ഈ കിതാബ്? എല്ലാവർക്കും ഹിഫ്ളുള്ള ഒരായത്താണത് അല്ലേ? പിന്നെ സൂറത്തുൽ കഹ്ഫിൽ മാലി ഹാദൽ കിതാബ്, എന്താ ഇപ്പോൾ ഈ ഏടിൻ്റെ അവസ്ഥ? ഇതിൽ പിന്നെ ചെറുതും വലുതും എല്ലാം ഉണ്ടല്ലോ, ഒന്നും ഒഴിവാക്കപ്പെട്ടിട്ടില്ലല്ലോ എന്ന് പറയുന്നു. അതാണ് ഫയുനബ്ബിഉക്കും, അവൻ നിങ്ങളെ അറിയിച്ചു തരും, ബിമാ കുൻതും തഅമലൂൻ, നിങ്ങൾ പ്രവർത്തിച്ചിരുന്നതിനെക്കുറിച്ച്. ഇതിൽ പിന്നെ അനവധി വചനങ്ങൾ നമുക്ക് കാണാൻ സാധിക്കും. അവരുടെ വായകൾ സംസാരിക്കാതിരിക്കുകയും എന്നാൽ അവരുടെ കൈകാലുകൾ സംസാരിക്കുകയും ചെയ്യുന്ന ദിവസം എന്നൊക്കെ. അതായത് അവരുടെ ശരീരത്തിലെ ഓരോ അവയവങ്ങളും, കാലുകൾ അവ നടന്നത് എന്തിലേക്ക് എന്നതിനെക്കുറിച്ച്, കൈകൾ അവ സ്പർശിച്ചത് എന്തിനെക്കുറിച്ച് എന്നുള്ളതിനെക്കുറിച്ച് ഒക്കെ ഓരോന്നും എന്തു ചെയ്യും? സംസാരിക്കുന്ന ദിവസമെന്ന് അള്ളാഹു കാത്തുരക്ഷിക്കുമാറാട്ടെ. അന്ന് അള്ളാഹു സിത്ർ നൽകുന്നവനല്ലാതെ, പടച്ചവൻ മറ നൽകുന്നവനല്ലാതെ മറ എന്ത് ചെയ്യില്ല? ലഭിക്കുകയില്ല എന്നാണ്. അതായത് ഒരു മനുഷ്യൻ്റെ അള്ളാഹു സുബ്ഹാനഹു വ തആല അതുകൊണ്ടാണ് ജഹർ ചെയ്യരുതെന്ന് പറയുന്നത്. അതായത് ഒരു തെറ്റൊരാൾ ചെയ്തു പോയി, സംഭവിച്ചു പോയി, അത് എന്ത് ചെയ്യാൻ പാടില്ല? അത് ആരും പിന്നെ ഒരു മനുഷ്യൻ അതിങ്ങനെ എല്ലാവരോടും പറഞ്ഞെടുക്കുക, അല്ലെങ്കിൽ തെറ്റിനെ തഹ്രീർ ചെയ്യുക, പ്രോത്സാഹിപ്പിക്കുക ചെയ്യാൻ പാടില്ല. സംഭവിച്ചു പോയി, പശ്ചാത്തപിച്ച് മടങ്ങുക, ഇനിയൊരിക്കലും ജീവിതത്തിൽ അങ്ങനെ ഉണ്ടാവരുത് എന്ന് എന്ത് ചെയ്യുക? തീരുമാനിക്കുക, അതിനുവേണ്ടി പരിശ്രമിക്കുക. അതായത് ഒരാളുടെ എന്താ പറയുക, സ്വന്തം നെഫ്സുമായി ബന്ധപ്പെട്ട തെറ്റുകളാട്ടെ ഈ പറയണത്. അല്ലാതെ ഒരാൾ പോയിട്ട് വല്ല ക്രിമിനൽ കുറ്റകൃത്യം ചെയ്തിട്ട് കണ്ടോ മറച്ചാൽ മതി, ഒന്നും പുറത്ത് പറയരുത് എന്നാണ് ഇവർ പഠിപ്പിക്കണമെന്ന് പറഞ്ഞാൽ അതല്ല അവിടെ ഉദ്ദേശിക്കുന്നത്. അതായത് മുഹറമാത്തുകൾ തൻ്റെ നെഫ്സിനോട് ഒരു പിന്നെ ഇതിൽ പറയുന്നില്ല, അസ്റഫു അല അംഫുസി എന്ന് പറഞ്ഞാൽ സ്വന്തത്തോട് അതിക്രമം പ്രവർത്തിച്ചവരെന്ന് പറയുന്ന തെറ്റുകളെ കുറിച്ചിട്ട്. നേരെ മറിച്ചിട്ട് മറ്റൊരാൾ ചെയ്താൽ അയാളുടെ അവകാശങ്ങളാണെങ്കിൽ തിരിച്ചു കൊടുക്കണം, പിന്നെ അതേപോലെ തന്നെ അയാളോട് പിന്നെ മാപ്പ് ചോദിക്കേണ്ട വിഷയമാണെങ്കിൽ മാപ്പ് ചോദിക്കണം. അതൊക്കെ അത് മറ്റുള്ളവരും ഏറ്റുവരുന്ന ഹക്കിടപാടുകളുടെ വിഷയമാണ്. അപ്പോൾ ഇവിടെ ഫയുനബ്ബിഉക്കും ബിമാ കുൻതും തഅമലൂൻ, നിങ്ങൾ പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്നതിനെക്കുറിച്ചെല്ലാം അവൻ പറഞ്ഞുതരും. ഇതിൽ ഇന്നഹു അലീമും ബിദാത്തി സുദൂർ അവസാനിക്കുന്നത്
നിങ്ങളുടെ ഹൃദയങ്ങളിൽ എന്താണുള്ളത് എന്നതിനെക്കുറിച്ച് ആർക്കറിയാം? റബ്ബിന് അറിയാം. ഇത് വളരെ ഇതുള്ളൊരു ഇതാണ്. കാരണം എന്ന് വെച്ചാൽ ഒരു മനുഷ്യൻ്റെ നിയ്യത്ത് ഒന്ന്, ആ നിയ്യത്ത് അനുസരിച്ചാണ് പ്രതിഫലം. ഇന്നമൽ അമാലു ബിന്നിയാത്ത്. അപ്പം ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളുടെ കൈകാലുകൾ കൊണ്ട് അല്ലെങ്കിൽ ശരീരം കൊണ്ട് പ്രവർത്തിക്കുന്നതോടൊപ്പം എന്തുകൊണ്ടും അമലുണ്ട്, കൽബ് കൊണ്ടും അമലുണ്ട്. കൽബിന് അമലുണ്ട്, കൽബിന് അമലുണ്ട്. ആ കൽബിൻ്റെ അമലിൽപ്പെട്ടതാണ് എന്ത്? അന്നിയ്യ, നിയ്യത്ത്. അതാണ് ഇവിടെ ഇന്നഹു അലീമും ബിദാത്തി സുദൂർ, അതെല്ലാം അള്ളാഹു അറിയുന്നവനാകുന്നു. അപ്പോൾ ഒന്ന് നമ്മളുടെ ഹൃദയങ്ങൾ ശുദ്ധമാക്കുക, നിയ്യത്തുകൾ നന്നാക്കുക. അതേപോലെ തന്നെ ഇത് ഒരുപാട് ഹദീസുകളിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു. അതായത് ഒരാൾ എത്രത്തോളം എന്നാൽ യാ അയ്യുഹല്ലദീന ആമനു ഇത്തഖുല്ലാഹ വഖൂലു ഖൗലൻ സദീദ. എന്താ ഖൗലൻ സദീദ പറഞ്ഞാൽ? നല്ല വർത്തമാനം എന്ന് പറഞ്ഞാൽ അയാളുടെ ഹൃദയത്തിലുള്ളതും അയാൾ പറയുന്നത് എന്താവണം? സദീദാവണം എന്നുള്ള, നേരായ ചൊവ്വായ കാര്യം ആയിരിക്കണം എന്നുള്ള. അപ്പോൾ അതാണ് ഇന്നഹു അലീമും ബിദാത്തി സുദൂർ. ഇവിടെ സ്വദർ എന്നുള്ള അതിൽ ഒരുപാട് ചർച്ചയും തർക്കമുള്ള വിഷയമാണല്ലേ. ഒരു മനുഷ്യൻ്റെ ചിന്ത അല്ലെങ്കിൽ ഇത് എവിടെയാണ്, ഹൃദയത്തിലാണോ തലച്ചോറിലാണോ, ഇന്നും ചർച്ചകളും പഠനം നടക്കുന്നൊരു വിഷയമാണ്. അതിൻ്റെ ഒരുപാട് ചർച്ചകളും പഠനങ്ങളും നടക്കുന്നുണ്ട്. പക്ഷേ വിശുദ്ധ ഖുർആനിൽ കൃത്യമായി ഒരു മനുഷ്യൻ്റെ ചിന്തയുമായി ബന്ധപ്പെട്ടും അതേപോലെ തന്നെ അവൻ്റെ നിയത്തുമായി ബന്ധപ്പെട്ടും സ്വദർ എന്ന് പറഞ്ഞാൽ നെഞ്ചകം അല്ലേ, അതും അതേപോലെ തന്നെ കൽബ് എന്നുള്ളതും വളരെ കൃത്യമായിട്ട് എന്ത് ചെയ്യുന്നുണ്ട്, പറയുന്നുണ്ട്. എന്നാൽ അവിടെ ആ കൽബിൽ മറ്റ് അവയവങ്ങൾക്ക് മറ്റോ ഇതിനോ റോളില്ല അല്ലെങ്കിൽ ഇതില്ല എന്നൊന്നും അവിടെ അങ്ങനെയൊന്നും സൂചിപ്പിക്കുന്നില്ല. അത് പലതും ഉണ്ടാവാം. പക്ഷേ കൽബിന് അതിൽ കൃത്യമായിട്ടുള്ള എന്തുണ്ട്, ഒരു റോളുണ്ട് എന്നുള്ളത്. അതാണ് ഇന്നഹു അലീമും ബിദാത്തി സുദൂർ, ഹൃദയങ്ങളിലുള്ളത് അല്ലെങ്കിൽ അവൻ നിങ്ങളുടെ നെഞ്ചകങ്ങളിലുള്ളത് അവൻ അറിയുന്നു എന്ന് പറഞ്ഞതിൻ്റെ അർത്ഥം. ഇനി വഇദാ മസ്സൽ ഇൻസാന ദുർറുൻ, എല്ലാ മനുഷ്യൻ്റെ അവസ്ഥ. ഒരു മുഅ്മിനിന് ചിലപ്പം ജീവിതത്തിൽ ചില പ്രയാസങ്ങളൊക്കെ വരുന്നതും ഒരു പക്ഷേ അവനെല്ലാം അനുഗ്രഹമാണ് ഒരു മുഅ്മിനെ സംബന്ധിച്ചിടത്തോളം. നിഷേധിയായൊരു മനുഷ്യനാണെങ്കിൽ അയാളെ സംബന്ധിച്ചിടത്തോളം ആ സമയത്ത് അവൻ പടച്ചവനെ ഓർക്കുകയും പിന്നീട് മറക്കുകയും ചെയ്യും. ഈ ആയത്ത് ഭയങ്കര ഒരു അത്ഭുതം. വഇദാ മസ്സൽ ഇൻസാന ദുർറുൻ, ദുർറ് പറഞ്ഞാൽ എന്താ? ദുർറ് ഒരു പ്രയാസം, ഒരു ഉപദ്രവം അല്ലെങ്കിൽ പ്രയാസപ്പെടുത്തുന്ന സംഗതി. വഇദാ മസ്സൽ ഇൻസാന, മസ്സ എന്ന് പറഞ്ഞാൽ ബാധിച്ചാൽ, അനുഭവിച്ചാൽ, ബാധിച്ചാൽ. മസ്സാന തൊടുക എന്നുള്ള അർത്ഥമുണ്ട്, അനുഭവിക്കുക എന്നുള്ള അർത്ഥമുണ്ട്, ബാധിക്കുക എന്നുള്ള അർത്ഥമുണ്ട്. അപ്പോൾ അവൻ്റെ ജീവിതത്തിൽ അവന് ഒരു പ്രയാസം ബാധിച്ചാൽ ദഅ റബ്ബഹു, അവൻ പടച്ചവൻ്റെ അടുത്തേക്ക് കൈകൾ നീട്ടി പടച്ചവനോട് അവൻ എന്ത് ചെയ്യും? പ്രാർത്ഥിക്കും. മുനീബൻ ഇലൈഹി, അങ്ങേയറ്റം റബ്ബിലേക്ക് പശ്ചാത്തപിച്ചു, ഏറ്റവും കൂടുതൽ അള്ളാഹിൻ്റെ അടുത്തേക്ക് അല്ലേ. കാരണം പ്രയാസം ബുദ്ധിമുട്ടുന്ന തനിക്ക് നീക്കിത്തരാൻ പടച്ചോനോട് പറയാമെന്ന അർത്ഥത്തിൽ മനുഷ്യനെന്ത് ചെയ്യും? അപ്പോൾ ഒരു ഓർമ്മയില്ലാത്തവനെന്തുണ്ടാവും? റബ്ബിനെ ഓർമ്മയുണ്ടാകുന്ന സമയം. സുമ്മ ഇദാ ഖവ്വലഹു നിഅമത്തുൻ, എന്നാൽ പടച്ച റബ്ബ് അവന് നിഅമത്ത് നൽകിയാൽ, പടച്ച റബ്ബ് അവന് അതിനെ നിഅമത്താക്കി മാറ്റിക്കൊടുക്കുക, ആ പ്രയാസം അവന് നീക്കിക്കൊടുക്കുകയും ചെയ്താൽ. അപ്പം വേറെ വിളിക്കുന്നുണ്ട്, കട്ടെ പിന്നെ അടിക്കുന്നുണ്ട്. ഓക്കെ. അള്ളാഹു സുബ്ഹാനഹു വ തആല അയാളുടെ ആ പ്രയാസത്തിൻ്റെ അവസ്ഥ മാറ്റിയിട്ട് അനുഗ്രഹത്തിൻ്റെയും സന്തോഷത്തിൻ്റെയും അവസ്ഥ ആക്കി കൊടുത്താൽ, അപ്പോൾ സുമ്മ ഇദാ ഖവ്വലഹു നിഅമത്തുൻ, അപ്പോൾ ഭയങ്കര സന്തോഷമുള്ള അവസ്ഥയിലേക്ക് അയാൾക്ക് ആ അവസ്ഥ നൽകിക്കഴിഞ്ഞാൽ, നിഅമത്തൻ മിൻഹു, പടച്ച റബ്ബിൽ നിന്നുള്ള അനുഗ്രഹങ്ങൾ നൽകിയ, നസിയ, ഓനെന്തായി
കുറച്ച് നേരത്തെ പ്രയാസപ്പെട്ട് കരഞ്ഞ് റബ്ബേ പടച്ചോനെ എന്നൊക്കെ പറഞ്ഞ് പ്രാർത്ഥിച്ചത് എന്ത് ചെയ്യും? മറക്കും. മാ കാന യദ്ഉ ഇലൈഹി, ആ പടച്ച റബ്ബിങ്കിലേക്ക് അവൻ എന്താണ് പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നത് എന്നൊക്കെ എന്ത് ചെയ്ത് മറന്ന്. മിൻ ഖബൽ, മുമ്പ് ഈ അവസ്ഥ വരുന്നതിന് മുന്നേ. എന്നിട്ട് പിന്നെന്താ, നിഷേധിയായ മനുഷ്യൻ അവനെന്ത് ചെയ്തു? വജഅല ലില്ലാഹി അൻദാദൻ, അപ്പോൾ പിന്നെ പടച്ചോൻ അവൻ സമന്മാരെ ഉണ്ടാക്കുന്നു. ആ പ്രയാസമൊക്കെ നീങ്ങി. അപ്പോൾ ഇന്ന ഷെയ്ഖിൻ്റെ വർക്കത്തോണ്ടാണ് നീങ്ങിയത്, അതേപോലെ പിന്നെ ഇന്ന അമ്പലത്തിലത്തെ പ്രതിഷ്ഠ കൊണ്ടാണ് നീങ്ങിയത്, ഇന്ന ബിംബം കൊണ്ടാണ് നീങ്ങിയത്, ഇന്നത്. അപ്പം പിന്നെ മനുഷ്യന് സൃഷ്ടികളെ അവൻ ആരാധിക്കുന്ന സൃഷ്ടികളിലേക്ക് എന്ത് ചെയ്യുന്നു? അവർ മുഖേന എനിക്ക് ഈ അനുഗ്രഹങ്ങൾ കിട്ടി എന്ന് പറയുന്ന അവസ്ഥയിലേക്ക് പടച്ചവന് ആരാണോ അവനെ സൃഷ്ടിച്ച സൃഷ്ടാവ് അവന് സമന്മാരെ ഉണ്ടാക്കുന്നതിലേക്കും അവൻ നീങ്ങുന്നു. എന്നിട്ട് പറയാം ലി യുദില്ല അൻ സബീലി. അവിടെ ലി യുദില്ല എന്ന് പറഞ്ഞാലും ലി യദില്ല എന്ന് പറഞ്ഞാലും വ്യത്യാസമുണ്ട്. ലി യദില്ല എന്ന് പറഞ്ഞാൽ അവന് വഴി തെറ്റാൻ എന്നാണ്. ലി യുദില്ല എന്ന് പറഞ്ഞാൽ വഴി തെറ്റിക്കാൻ എന്നാണ്. അപ്പോൾ എന്തുകൊണ്ടാണ് ഇവിടെ ഷെയ്ഖ് ഇബ്നു ഉസൈമീൻ റഹിമഹുള്ള വിശദീകരിക്കുന്നുണ്ട്, എന്തുകൊണ്ടാണ് ഇവിടെ ലി യുദില്ല എന്നറിയാൻ കാരണം? ആർക്കെങ്കിലും പറയാൻ പറ്റുമോ? അയാൾ ചിലപ്പം ആരെയും അതിലേക്ക് ആ തെറ്റിലേക്ക് ക്ഷണിക്കുന്നൊന്നും ഉണ്ടാവില്ല. പിന്നെ എന്തുകൊണ്ടാണ് വഴി തെറ്റിക്കാൻ വേണ്ടി എന്ന് പറഞ്ഞത്? ക്ഷണം നാവുകൊണ്ട് മാത്രമല്ല, പ്രവർത്തനം കൊണ്ടും എന്താണ് ക്ഷണമുണ്ട്. അതായത് അയാൾ ഈ തിന്മ കാണിക്കുന്നത്, ഈ നിഷേധം കാണിക്കുന്നത്, ഈ നന്ദികേട് കാണിക്കുന്നത് മറ്റുള്ളവർ കണ്ട് അതിലേക്ക് വന്നാൽ എന്താണ് വഴിതെറ്റിക്കൽ തന്നെയാണ്. അയാൾ ക്ഷണിക്കണം എന്നില്ല. അതുകൊണ്ട് ലി യുദില്ല എന്ന് പറഞ്ഞത്. അവനും വഴി തെറ്റും, അവനെ കണ്ട് അതേപോലെ ചെയ്യുന്നവരും എന്ത് ചെയ്യും? വഴി തെറ്റും. അതാണ് ലി യുദില്ല അൻ സബീൽ, പടച്ചവൻ്റെ മാർഗത്തിൽ നിന്ന്, സൃഷ്ടാവിൻ്റെ മാർഗത്തിൽ നിന്ന് വഴിതെറ്റിക്കാൻ. എന്നിട്ട് പറയാ ഖുൽ, അള്ളാഹുവിൻ്റെ റസൂലെ പറയുക, തമത്ത, നീ ആസ്വദിച്ചോ, തമത്ത ബികുഫ്രിക, നിൻ്റെ കുഫർ കൊണ്ട്, നിഷേധം കൊണ്ട്, ഖലീലൻ, കുറച്ച് കാലത്തേക്ക്, അഥവാ ഹർസമായ നിൻ്റെ ആ സന്തോഷം നിലനിൽക്കുന്ന കാലത്തോളം, ഇന്നക മിൻ അസ്ഹാബിൻ നാർ, ഈ നിഷേധിയായി നീ മരിക്കുകയാണെങ്കിൽ ആ കുറച്ച കാലത്തെ സന്തോഷം കഴിഞ്ഞാൽ പിന്നെ നീ എടുക്കാൻ പോവാനുള്ളത് കത്തിജ്വലിക്കുന്ന നരകത്തിലേക്കാണ്. ഇതിൽ നമുക്ക് കാണാൻ സാധിക്കും, ഒന്ന്, മുത്തറായ മനുഷ്യൻ പ്രാർത്ഥിച്ചാൽ, അതായത് അള്ളാഹുവിൻ്റെ കാരുണ്യത്തിൽപ്പെട്ട എടങ്ങേറായി നിൽക്കുന്ന മനുഷ്യൻ പ്രാർത്ഥിച്ചാൽ, നിഷേധിയായ മനുഷ്യനാണെങ്കിൽ പോലും പടച്ചവൻ സ്വീകരിച്ച് അവൻ്റെ കാരുണ്യം വർഷിച്ചേക്കാം. കാരണം ഒന്നിലധികം സ്ഥലം, അതാണ് ഹവ്വലഹു നിഅമത്തുൻ, ആ പ്രയാസത്തിൽ നിന്നൊക്കെ മൂപ്പരെ മുക്തനാക്കി അവൻ എന്തു കൊടുത്തു? പിന്നെ നിഅമത്തും അനുഗ്രഹങ്ങളും ഉള്ള അവസ്ഥയിലേക്ക് അവനെ മാറ്റി. അപ്പോൾ ഇവിടെ മുത്തറായ എടങ്ങാറായി നിൽക്കുന്നൊരു മനുഷ്യൻ പ്രാർത്ഥിച്ചാൽ, അപ്പോൾ എന്നിട്ട് അവിടെ ഒരു ചോദ്യമുണ്ട്. എന്താ ചോദ്യം? എങ്കിൽ മുഅ്മിനായ പ്രയാസപ്പെടുന്ന ഒരു മനുഷ്യൻ എന്തുകൊണ്ട് പടച്ചവനോട് അവൻ പ്രാർത്ഥിക്കുന്നില്ല? പടച്ചവനോട് പ്രാർത്ഥിച്ചാൽ ഉറപ്പായും റബ്ബ് അവന് ഉത്തരം നൽകുക. അതാണ് അമ്മ യുജീബുൽ മുത്തറ ഇദാ ദഅ, പ്രയാസപ്പെടുന്നവൻ പ്രാർത്ഥിച്ചാൽ, ഇദാ ദഅാഹു, അവനെ പ്രാർത്ഥിച്ചാൽ അവന് ഉത്തരം നൽകാൻ. അമ്മ യുജീബുൽ മുത്തറ ഇദാ ദഅാഹു വയക്ഷിഫു സൂ വയജഅലുകും ഖുലഫാഅൽ അർദ് അഇലാഹും മഅല്ലാഹ്, അവൻ്റെ പ്രയാസം നീക്കി കൊടുക്കാനും അവന് പിന്നൊരു നല്ലൊരു ജീവിതം നൽകാനും പടച്ചോനല്ലാതെ വേറെ ഏതെങ്കിലും ഇലാഹ്, ആരാധ്യൻ നിങ്ങൾക്കുണ്ടോ എന്നുള്ള ചോദ്യം. ഖുൽ തമത്തഅ ബികുഫ്രിക ഖലീലൻ ഇന്നക മിൻ അസ്ഹാബിൻ നാർ. ഇത് ഇത്രയാണുള്ളത് ഈ രണ്ടായത്ത്. പക്ഷേ ഈ രണ്ടായത്ത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഒരു മുഅ്മിനായ മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം വളരെ മനസ്സ് തുറപ്പിക്കുന്ന, വിശ്വാസത്തിൽ അങ്ങേയറ്റം അവൻ്റെ വിശ്വാസം ഉറപ്പിക്കുന്ന രണ്ടായത്തുകളാണ്. അതാണ് നമുക്ക് ഒരു മനുഷ്യൻ പ്രയാസം ഉണ്ടെങ്കിൽ എന്ത് ചെയ്യുക? പടച്ചവനോട് പ്രാർത്ഥിക്കുക. നമ്മൾ കരുതിയ അല്ലെങ്കിൽ ചിന്തിച്ച പ്ലാനേക്കാളും നല്ല പ്ലാൻ ആർക്കുണ്ടാവും? റബ്ബിന് ഉണ്ടാവും. അപ്പോൾ അതിൽ ഹുസ്നുൽ ദൻ, അതൊരിക്കലും കൈവിടാൻ പാടില്ല. അതാണ് നമ്മൾ അതിൽ ശ്രദ്ധിക്കേണ്ടത്. നമുക്കൊന്ന് ഓതി നോക്കിയിട്ട് അവസാനിപ്പിക്കാം.